ഒരു കടുവയെയും കുഞ്ഞിനെയും കൂടെ വന്ന മറ്റ് മൃഗങ്ങളെയും വേട്ടക്കാരുടെ കുടുംബം കശാപ്പ് ചെയ്യുന്ന കഥയാണ് റൈഫിൾ ക്ലബിൻ്റേത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഇന്ന് റൈഫിൾ ക്ലബിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് നോക്കാം. സിനിമയുടെ തുടക്കത്തിൽ HK-G3 ആണ് ഗൺ ട്രേഡിനായി കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് HK-G3 അഥവാ ഹെക്ലർ കോച്ച് G3 എന്ന ജർമ്മൻ മെയ്ഡ് ഗൺ തന്നെ കാണിച്ചിരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ HK-G3 അന്നൊക്കെ ഇന്ത്യയിൽ വളരെ പോപ്പുലറായ AK-47 പവർഫുള്ളായ, അതേസമയം 1990s ഇന്ത്യയിൽ വളരെ റെയർ ആയൊരു ഗണ്ണാണ്. ദയ പറയുന്നത് ആ ഗൺ മാഗസിൻ 40 റൗണ്ട് ആണെന്നാണ്. എന്നാൽ അതൊരു മിസ്റ്റേക്കാണ്. HK-G3 ഗണ്ണിൻ്റെ മാഗസിൻ 40 റൗണ്ട് അല്ല, 20 റൗണ്ടാണ്. ചിലപ്പോൾ ലേശം കൂട്ടി പറഞ്ഞതാവും, അല്ലെങ്കിൽ കസ്റ്റം മെയ്ഡ് ആവും. നാറ്റോ കൺട്രീസിൽ വെസ്റ്റേൺ ഫോഴ്സസിൻ്റെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഈ ഗൺ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നതിലൂടെ മനസ്സിലാക്കാം അനുരാഗ് കശ്യപിൻ്റെ ദയാനന്ദ് ബാരെ എന്ന വില്ലൻ ക്യാരക്ടറിൻ്റെ ഇൻ്റർനാഷണൽ കണക്ഷൻസ്. സിനിമയുടെ അവസാനം റൈഫിൾ ക്ലബ്ബ് തകർക്കാൻ വരുന്ന ദയാനന്ദ് ഇതേ തോക്കുമായിട്ടാണ് വരുന്നത് എന്നും കാണിക്കുന്നുണ്ട്. ഐ ഹാവ് 2 കപ്സ് എന്നാണ് സ്വന്തം മക്കളെ ദയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അയാൾ മക്കളെ കടുവ കുഞ്ഞുങ്ങളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അയാൾ സ്വയം കടുവയാണെന്ന് അറിയിക്കുക കൂടിയാണ്. ദയയുടെ ക്ലബ്ബിൽ കടുവയുടെ ചിത്രങ്ങളും കാണാം. സിനിമയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ കടുവയെ കണ്ടിട്ടുണ്ടോ എന്ന റൈഫിൾ ക്ലബ്ബിലുള്ളവരോട് ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല റൈഫിൾ ക്ലബിൻ്റെ ലോഗോ തന്നെ ഒരു കടുവയുടെ തലയും 2 തോക്കുമാണ്. ഇതെല്ലാം വളരെ കണക്റ്റഡായി കാണിച്ചിട്ടുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ വേട്ടക്കാർ കടുവയെയും കുഞ്ഞുങ്ങളെയും കൊന്നു. ഷാജഹാന് വരുന്ന കത്തുകൾ വായിക്കുന്ന സീനിൽ ഉമ്മ വായിക്കുന്ന ഒരു കത്ത്, അത് രക്തം കൊണ്ട് എഴുതിയതാണ്. 1990-കളിൽ കുഞ്ചാക്കോ ബോബന് പെൺകുട്ടികൾ രക്തത്തിൽ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. യുവതികളുടെ ഹാർട്ട് ത്രോബാണ് ആക്ടർ ഷാജഹാൻ എന്ന് കാണിക്കുകയാണ് ഇതിലൂടെ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സെക്രട്ടറി അവറാൻ്റെ ക്ലോസ് ഷോട്ടിൽ ആളിൻ്റെ ഇടത്തെ കണ്ണിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും കാഴ്ചയില്ല എന്നും മനസ്സിലാകുന്ന രീതിയിൽ കണ്ണ് കാണിക്കുന്നുണ്ട്. ക്യാരക്ടർ ഡീറ്റെയിലിൽ കൃത്യമായി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. സിനിമയിൽ പിന്നീട് കാഴ്ചയില്ലാത്തതിന് കാരണം പറയുന്നുമുണ്ട്. ലോകത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മുള്ളൻ പന്നിയുടേതാണെന്നും പറഞ്ഞ് ആക്ടർ ഷാജഹാന് മുള്ളൻ പന്നി ഇറച്ചി കറി കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. സെർവ് ചെയ്തിരിക്കുന്ന പ്ലേറ്റിൽ മുള്ളൻ പന്നിയുടെ ഇറച്ചിയിൽ കുത്തിവെച്ചിരിക്കുന്നത് മുള്ളൻ പന്നിയുടെ മുള്ള് തന്നെയാണ്. ഗോഡ്ജോ ഒരു ഫിസിക്സ് ലവറാണെന്ന് തോന്നുന്നുണ്ട്. തുടക്കത്തിൽ കളിമണ്ണ് അടിച്ചു പൊട്ടിക്കുന്ന സീനിൽ രണ്ടാമത്തെ വെടി കൊള്ളാതെ വന്നപ്പോൾ ഗോഡ്ജോ പറയുന്ന ഡയലോഗ് കാറ്റ് പിടിക്കും, സിമ്പിൾ ഫിസിക്സാ എന്നാണ്. ചിത്രത്തിൻ്റെ അവസാനം റിക്കോഷെ ഷോട്ട് വെച്ച് വില്ലനെ വീഴ്ത്തുമ്പോഴും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്, സിമ്പിൾ ഫിസിക്സാ എന്ന്. സെക്രട്ടറി അവറാൻ പാടുന്ന പാട്ട് കബൂത്തർ ജാ 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 1989-ലെ സൽമാൻ ഖാൻ്റെ റൊമാൻറ്റിക് മൂവി മേന്നെ പ്യാർ കിയയിലെ പ്രശസ്തമായ സോങ്ങാണത്. കഥ നടക്കുന്നത് 1991-ലാണെന്നും ഓർക്കുക. റിക്കോഷെ ഷോട്ട്, സിമ്പിൾ ഫിസിക്സ്. ഗോഡ്ജോയുടെ കയ്യിൽ പിസ്റ്റളും ഉണ്ടായിരുന്നു, ഒരു ഡബിൾ ബാരൽ ഗണ്ണും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡബിൾ ബാരൽ ഗൺ വെച്ച് ബൗൺസിങ് ഷോട്ട് എടുക്കാതെ പിസ്റ്റൾ എടുത്ത് തന്നെ വെടിവെച്ചത്? കാര്യം ഞാൻ പറയാം. റിക്കോഷെ ഷോട്ട് എന്നാൽ പാഞ്ഞു പോകുന്ന ഒരു വസ്തുവിനെ ഒരു പ്രതലത്തിൽ തട്ടി അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൃത്യമായി ടാർഗറ്റിൽ കൊള്ളിക്കുന്നതാണ്. അതായത് വെടിവെക്കുന്ന ബുള്ളറ്റ് 2 സ്ഥലത്ത് ഇടിക്കും എന്നർത്ഥം. ആദ്യത്തെ ഇടിയിൽ ബുള്ളറ്റിൻ്റെ ഷേപ്പ് മാറാനോ എനർജി ഒരുപാട് കുറയാനോ പാടില്ല. പിസ്റ്റൾ ബുള്ളറ്റുകൾ സിംഗിൾ സോളിഡ് ആയിട്ടുള്ള ബലമുള്ള കോപ്പർ പോലെയുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സർഫസിൽ തട്ടിത്തെറിക്കാൻ എളുപ്പമാണ്. അതേസമയം ഡബിൾ ബാരൽ തോക്കിലെ ബുള്ളറ്റുകൾ സോഫ്റ്റ് ലെഡ് കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ആദ്യത്തെ ഹിറ്റിൽ ചിന്നി ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിയുന്ന ഗോഡ്ജോ കൃത്യമായി റിക്കോഷെ ഷോട്ട് എടുത്തു. പിന്നെ ഒരു കാര്യം, കൺട്രോൾഡ് റിക്കോഷെ ഷോട്ടൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രോ ആയിരിക്കണം. ആൻഡ് യുനോ, ഇത് പറയാതിരിക്കാൻ പറ്റില്ല, അവർ ആ ഷോട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ദയയുടെ അനിയൻ്റെ തലയുടെ ഇടത്തെ വശത്തെ ചെവിയുടെ മുകളിലൂടെ തലയ്ക്കകത്തുകൂടിയാണ് ബുള്ളറ്റ് പാഞ്ഞു കയറിയത്. ശേഷം ബുള്ളറ്റ് ഇറങ്ങി പോകുന്നത് വലത്തെ സൈഡിലെ ചെവിയുടെ അകത്തുകൂടിയും. വെടികൊണ്ട് വീഴുന്ന ദയയുടെ അനിയൻ്റെ വലതുവശമാണ് പ്രേക്ഷകൻ കാണുന്നത്. അപ്പോൾ ചെരിഞ്ഞാണ് ബുള്ളറ്റ് കയറി ഇറങ്ങിപ്പോയതെന്ന് മനസ്സിലാവും. റിക്കോഷെ ഷോട്ട് എടുക്കുമ്പോൾ ബുള്ളറ്റ് ചെരിഞ്ഞാണ് പോകുന്നത് എന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. റൈഫിൾ ക്ലബിൽ ഒരുപാട് വേട്ടയുടെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഏതാണ്ട് ഒരേ പോസാണ്, ഇരയും തോക്കുമായി വേട്ടക്കാരനും. ഇവിടെ ഇരയെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പ്രേക്ഷകന് മനസ്സിലായി. ശേഷം വേട്ട കഴിഞ്ഞ് വേട്ടക്കാർ നിൽക്കുന്ന ഷോട്ടിലാണ് സിനിമ തീരുന്നത്. റൈഫിൾ ക്ലബിലെ ഡിന്നറിനിടയിൽ സെക്രട്ടറി അവറാൻ പറയുന്നുണ്ട് ആക്ടർ ഷാജഹാന് ഓണററി മെമ്പർഷിപ്പ് കൊടുക്കാൻ സെക്രട്ടറിയും പ്രസിഡൻറ്റും ചേർന്ന് തീരുമാനിച്ചു എന്ന്. ഡിന്നറിന് ശേഷമുള്ള ഗ്രൂപ്പ് ഫോട്ടോയിൽ ആക്ടർ ഷാജഹാന് കിട്ടിയിരിക്കുന്ന ഓണററി മെമ്പർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചിരിക്കുന്നത് കാണാം. അധികം ആളുകൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ഇതിൻ്റെ കാസ്റ്റിങ്ങിലാണ്. ഭീരയായി അഭിനയിച്ച ഹനുമാൻ കൈൻഡിനെ എല്ലാവരും തിരിച്ചറിഞ്ഞാണല്ലോ.
അതുപോലെ ദയാനന്ദിൻ്റെ കൂടെയുള്ള രണ്ടുപേർ, ഒരാൾ അനിയനാണ്, ചിറ്റപ്പൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേരായി ക്രെഡിറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. അത് തിങ്കളാഴ്ച നിശ്ചയം, 1744, വൈറ്റ് ആൾട്ടോ, പത്മിനി എന്നീ സിനിമകളുടെ സംവിധായകൻ സെന്ന ഹെഗ്ഡെയാണ്. സ്നൈപ്പറായി വരുന്നത് മറ്റൊരു സിനിമാ സംവിധായകനാണ്, നടേഷ് ഹെഗ്ഡെ. രസകരമായ കാര്യം എന്തെന്നാൽ നടേഷ് ഹെഗ്ഡെയുടെ ആദ്യ സിനിമയുടെ പേര് തന്നെയാണ് ഈ സിനിമയിൽ നടേഷിൻ്റെ ക്യാരക്ടറിൻ്റെ പേരും, പെഡ്രോ. നാഷണൽ ലെവൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുള്ള നല്ല മുറ്റുവെടിക്കാരും റൈഫിൾ ക്ലബ്ബിലുണ്ടായിരുന്നു. 2015 നാഷണൽ ലെവൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് മെഡലിസ്റ്റും 2024 ഇന്ത്യൻ ഒളിമ്പിക് ട്രയൽ ടീം സെലക്ഷൻ ജൂറി മെമ്പറൊക്കെയായ മിലൻ ജെയിംസ് ആസ് മിലൻ, 2024 നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഷോട്ട് ഗൺ കാറ്റഗറിയിൽ പങ്കെടുത്തിട്ടുള്ള ബിപിൻ പെരുമ്പള്ളി ആസ് പെരുമ്പള്ളി. സോ കാസ്റ്റിങ്ങിൽ തന്നെ OG ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിനെ കുറിച്ച് പറയാതെ വീഡിയോ അവസാനിപ്പിക്കാൻ മനസ്സ് തോന്നുന്നില്ല. 3 അതിലധികമോ ആളുകൾ പരസ്പരം തോക്കു ചൂണ്ടി ഒരു ഡെഡ് ലോക്ക് ഉണ്ടാക്കുന്ന ടെൻസ് സിറ്റുവേഷനാണ് മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ്. ആരെങ്കിലും അനങ്ങിയാൽ അപ്പോൾ വെടിപൊട്ടും. ദി ഗുഡ്, ദി ബാഡ് ആൻഡ് ദി അഗ്ലി, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഡ്സ്, റിസർവോയർ ഡോഗ്സ്, പൾപ്പ് ഫിക്ഷൻ തുടങ്ങിയ സിനിമകളിലെ മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ് സീൻസ് വളരെ ഫേമസ് ആണ്. റൈഫിൾ ക്ലബ്ബ് സിനിമയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഹിഡൻ ഡീറ്റെയിൽസ് കമൻ്റായി ഇടൂ. മറ്റൊരു സിനിമ ഡീറ്റെയിൽസായി വീണ്ടും വരാം. കീപ് സപ്പോർട്ട് ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.